ഇന്ന് ഞാനിവിടെ പറയുന്നത് മോഹൻലാലിൻ്റെ മറ്റൊരു മനോഹര ചിത്രം മിന്നാരം. 1994 ഈ ചിത്രം റിലീസ് ചെയ്തത്. ഇതിൽ മോഹൻലാൽ ബോബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ശോഭന നീന, തിലകൻ മാത്യൂസ്, റിട്ടയർഡ് IG ആണ് അദ്ദേഹം. വേണു നാഗവള്ളി ബേബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ജഗതി ശ്രീകുമാർ ഉണ്ണുണ്ണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. അഞ്ജു അതുപോലെ തന്നെ KP ഉമ്മർ ചാക്കോച്ചൻ എന്ന വേഷം ചെയ്തിരിക്കുന്നു. ലാലു അലക്സ് നീനയുടെ സഹോദരനായിട്ട് വേഷം ചെയ്തിരിക്കുന്നു. മണിയൻപിള്ള രാജു ബോബിയുടെ സുഹൃത്താണ്. കുതിരവട്ടം പപ്പു കുട്ടികളെ പഠിപ്പിക്കുന്ന ട്യൂട്ടർ. ശങ്കരാടി അയ്യർ, ഗീതാ വിജയൻ ജയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ബോബി കൊട്ടാരക്കര അതുപോലെ തന്നെ അഗസ്റ്റിൻ ഡോക്ടറായിട്ട് വേഷം ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രിയദർശനാണ് സംവിധാനം. മ്യൂസിക് SP വെങ്കടേഷ്. ഡേസിയായിട്ട് വേഷം ചെയ്തിരിക്കുന്നു അഞ്ജു. ഡോക്ടർ റോമി ലാലു അലക്സ്. ഷിബു ചക്രവർത്തിയും ഗിരീഷ് പുത്തൻശ്ശേരിയും ചേർന്നാണ് ഗാനങ്ങൾ. ലിറിക്സ് അവരുടെ വരികളാണ് ലിറിക്സ്. മ്യൂസിക് SP വെങ്കടേഷ്. ചിങ്കാരക്കിന്നാരം എന്ന് തുടങ്ങുന്ന ഗാനം MG ശ്രീകുമാർ ചിത്ര ചേർന്ന് ആലപിച്ചിരിക്കുന്നു. അതുപോലെ മഞ്ഞക്കുഞ്ഞിക്കാലുള്ള MG ശ്രീകുമാർ സുജാത മോഹൻ. ഒരു വെള്ളം പൊന്നും കൊണ്ട് എന്ന ഗാനം MG സുജാത. അതുപോലെ തന്നെ തളിരണിഞ്ഞൊരു എന്ന് തുടങ്ങുന്ന ഗാനം MG ശ്രീകുമാർ ആലപിച്ചിരിക്കുന്നു. ഇതിലെ ഗാനങ്ങളെല്ലാം വളരെ മികച്ച ഗാനാലാപനമാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടും മികച്ച ഒരു ചലച്ചിത്രമായിരുന്നു ഇത്. ഇതിൻ്റെ ക്യാമറ, അതായത് ഛായാഗ്രഹണം, ഇതിലെ ലിറിക്സ് എല്ലാം. ഇത് വളരെ സസ്പെൻസ്, കോമഡി എല്ലാം അടങ്ങുന്ന ഒരു, അതുപോലെ തന്നെ സെൻറ്റിമെൻറ്റ്സ്, റൊമാൻസ് എല്ലാം ചേർന്ന ഒരു മനോഹരമായ ആ കാലഘട്ടത്തിലെ എന്തുകൊണ്ടും മനോഹരമായിട്ടുള്ള ചലച്ചിത്രമായിരുന്നു ഇത്. അപ്പോൾ ജഗതി ശ്രീകുമാർ ഇതിൽ പതിവ് പോലെ തന്നെ കോമഡി രംഗമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാര്യയെ സംശയിക്കുന്ന ഒരു ഹസ്ബൻഡായിട്ടാണ്. ഭാര്യയ്ക്ക് ബോബി എന്ന കഥാപാത്രവുമായി എന്തോ അവിഹിത ബന്ധം ഉണ്ട് എന്ന് സംശയിക്കുകയും അവരെ എല്ലാ സ്ഥലത്തും പിന്തുടരുകയും ചെയ്യുന്ന ഒരു ആളായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ചാരപ്രവൃത്തിയാണ് ഇതിൽ ജഗതി ശ്രീകുമാർ ചെയ്യുന്നത്. അപ്പം ഇതിൽ ബോബി എന്ന് പറയുന്ന ഒരു ഓർഫനാണ്. അദ്ദേഹം റിട്ടയർഡ് IG മാത്യൂസായിട്ട് വേഷം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അനുഗ്രഹീത നടൻ തിലകൻ്റെ ബന്ധുവാണ് ബോബി. തിലകൻ അല്ലെങ്കിൽ റിട്ടയർഡ് IG മാത്യൂസ് അദ്ദേഹത്തെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നത്. ബോബിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബോബിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്.
അതായത് ബോബിയുടെ ബോബിയുടെ പ്രതിശ്രുത വധുവായിട്ടിവിടെ അഭിനയിക്കുന്നത് അഞ്ജു. അഞ്ജു എന്ന നടിയാണ് ആ രംഗം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കഥ എന്ന് പറയുന്നത് കുറച്ച് മിന്നാരം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൊച്ചു കുട്ടികളുടെ കഥയാണ്. അതായത് ബേബി, റിട്ടയർഡ് ഐ ജി മാത്യൂസിൻ്റെ മകനാണ് ബേബിയുടെ ബേബിയും ഭാര്യയും തമ്മിൽ ചില അലോസരങ്ങൾ ഉണ്ട്. അപ്പോൾ കുട്ടികൾ വളരുന്നത് ഈ റിട്ടയർഡ് ഐ ജിയുടെ കൂടെയാണ്. റിട്ടയർഡ് ഐ ജി എന്ന് പറയുമ്പോൾ എന്താണ്? അദ്ദേഹം കടുംപിടുത്തമാണ് ഈ കുട്ടികളെ. അങ്ങനെ അദ്ദേഹം കുട്ടികളെ നന്നാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഈ കുട്ടികൾ എന്ന് പറയുന്നൊരു കുട്ടിപ്പട്ടാളമാണ്. അവർ അദ്ദേഹത്തിന് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ കുതിരവട്ടം പപ്പുവാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ട്യൂട്ടറായിട്ട് വരുന്നത്. അതിന് മുൻപ് വന്ന പല ട്യൂട്ടർമാരെയും ഈ കുട്ടികൾ ഭയപ്പെടുത്തി അവിടെ നിന്നും ഓടിക്കുന്ന കഥയും വളരെ രസകരമായിട്ട് ഈ ചിത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര മിടുക്കരായ ട്യൂട്ടർമാർ വന്നാലും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കള്ളക്കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കി ഓടിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഒരു വിനോദമാണ്. അപ്പോൾ ഈ കുട്ടികളെ നേരെയാക്കുന്നത് ആരാണ്? ബോബിയായിട്ട് അഭിനയിക്കുന്നത് മോഹൻലാലും അദ്ദേഹത്തിൻ്റെ വിവാഹം ഉറപ്പിച്ച് വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിശ്രുത വധു രണ്ടുപേരും കൂടിയാണ് ഇവരെ പാർക്കിലൊക്കെ കൊണ്ടുപോവുകയും കുട്ടികളെ പാട്ട് പാടിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ഒക്കെ ഇവർ രണ്ടുപേരും ഒരുക്കി കൊടുക്കുന്നു. അവരെ കളിപ്പിക്കുകയും അവരുടെ മനസ്സ് നല്ല റിലാക്സ്ഡ് ആക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ വിവാഹം ഉടനെ നടക്കും. അപ്പോൾ വിവാഹത്തിൻ്റെ തീയതിയൊക്കെ വിവാഹം, എൻഗേജ്മെൻറ്റ്, മനസ്സമ്മതം ഇതൊക്കെ നടക്കേണ്ട സമയമായപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെയും കൊണ്ട് അവിടെ എത്തി. അതാണ് കഥയുടെ ഒരു വഴിത്തിരിവ്. നീന എന്ന കഥാപാത്രമാണ് അവിടെ എത്തുന്നത്. നീനയായി വേഷം ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ശോഭനയാണ്. ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന് അവൾ എന്താ പറയുന്നത്? ഞാനും ബോബിയും തമ്മിൽ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് വളരെ സ്നേഹിതരായിരുന്നു, ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ കുഞ്ഞാണ്, അങ്ങനെ ജനിച്ച കുഞ്ഞാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ കുഞ്ഞിനെ ഞാൻ ഇവിടെ ഏൽപ്പിക്കുവാനായിട്ടാണ് വന്നത് എന്ന് പറയുന്നു. പക്ഷേ ബോബി ഇതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം ബോബി തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല. ബോബി പറയുന്നുണ്ട്, ഒരിക്കൽ ബോബിയും കോളേജിൽ പഠിക്കുന്ന കാലത്ത് ബോബിയും നീനയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. വിവാഹം കഴിക്കുവാനൊക്കെ അവർ തീരുമാനിച്ചു. എന്നാൽ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് നീന കോളേജ് വിട്ട് പോകുന്നു. ബോബിയോടൊന്നും പറയാതെ പോവുകയാണ്. പിന്നീട് ഇപ്പോഴാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോഴാണ് ഇവർ തമ്മിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സംഭവ ബഹുലം തന്നെയാണ് ഈ മിന്നാരം. അപ്പോൾ നീന വീട്ടിൽ കയറി പറ്റുകയാണ്. എൻ്റെ കുഞ്ഞിന് അവകാശമുള്ള വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി പറ്റുകയും അവിടുത്തെ കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ വഴി കുഞ്ഞുങ്ങളുടെ ഒരു നല്ല പേരൻ്റായി അല്ലെങ്കിൽ നല്ലൊരു ട്യൂട്ടറായി നീന മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നീനയോടും ഈ കുട്ടികൾക്ക് ദേഷ്യമാണ്. അപ്പോൾ അവർ കുറച്ച് പടക്കം വാങ്ങിച്ച് നീനയെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ വെച്ചു. അത് പൊട്ടിത്തെറിച്ച് കുഞ്ഞിൻ്റെ കൈക്ക് അപകടമൊക്കെ സംഭവിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ എന്നാൽ പിന്നീട് ഈ കുട്ടികളുടെ പേരൊന്നും നീന വെളിപ്പെടുത്തുന്നില്ല, ഇവരാണ് ചെയ്തതെന്നൊന്നും. അപ്പോൾ പിന്നീട് കുട്ടികളും നീനയും ഈ കുഞ്ഞുമായിട്ട് വളരെ
കൂട്ടായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ബോബിയുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടി അവർ ചർച്ചിലേക്ക് പോകുന്നു. അതൊന്നും നീനയെ അറിയിക്കാതെയാണ് ചെയ്യുന്നത്. കാരണം നീന കല്യാണം മുടക്കും. എങ്കിലും നീന ഈ സമയത്ത് നീന അറിഞ്ഞ് നീനയും ഇവരോടൊപ്പം തന്നെ ഇവരുടെ എല്ലാ ചലനങ്ങളും നീന നിരീക്ഷിക്കുന്നുണ്ട്. നീന എൻഗേജ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പോയി അവിടെ ചെന്ന് നീന അവിടെ ചെല്ലുന്നത് മൂലം ഈ അഞ്ജുവിൻ്റെ വീട്ടുകാരൊക്കെ വിവരം അറിയുകയും ഈ വിവാഹത്തിൽ നിന്നും അവർ പിന്മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ വിവാഹം എങ്ങനെയെങ്കിലും മുടങ്ങി. പിന്നെ അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബോബി നീനയോട് വളരെ വയലൻ്റായിട്ട് പെരുമാറുന്നു. അവൻ്റെ വിവാഹം നടക്കേണ്ടിയിരുന്ന ദിവസം, ഇന്ന് എൻ്റെ വിവാഹം നടക്കേണ്ടതായിരുന്നു, എന്തായാലും നീ എൻ്റെ ഭാര്യയാകണം എന്ന് പറയുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പം രണ്ടുപേരും തമ്മിലുള്ള തർക്കത്തിൽ നീന ഒരു രോഗിയാണ്. നീനയ്ക്ക് അസുഖമുണ്ട്. അപ്പോൾ നീന അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മാറുന്നു. അദ്ദേഹത്തോട് എങ്കിലും ബോബിയോട് കാര്യങ്ങളൊന്നും തന്നെ നീന പറയുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ബേബി ഇവിടേക്ക് വരുന്നു. ഇവരുടെ വീട്ടിൽ വരുമ്പോൾ ബേബിയെ കാത്തിരിക്കുകയാണ് നീന. അപ്പോൾ നീന പറയുന്നുണ്ട്, ഒരിക്കൽ ബോബിയെ കാണുന്നതിന് വേണ്ടി ബോബിയുടെ താമസ സ്ഥലത്ത് എത്തിയ നീന ബേബിയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒന്നിച്ചെടുത്ത ഫോട്ടോ കാണുവാനിടയായി. അപ്പോഴാണ് മനസ്സിലായത് താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ബോബിയുടെ സഹോദരനാണ് ബേബി എന്ന് മനസ്സിലാക്കുന്നു. കാരണം നീനയുടെ സഹോദരിയെ ഇദ്ദേഹം ചതിച്ചു ബേബി. അങ്ങനെ ആ വഴിക്കുണ്ടായ കുഞ്ഞാണ് ഇപ്പോൾ കയ്യിലുള്ളത്. അപ്പോൾ ബോബിയോട് ഇവർ സഹോദരങ്ങളാണെന്ന് കണ്ടുകൊണ്ട് ബോബിയോടൊന്നും പറയാതെ അവൾ സ്ഥലം വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴാണ് അവളുടെ സഹോദരിക്കൊരു മാരക രോഗം വന്ന് മരിക്കുകയാണ്. പിന്നെ കുഞ്ഞിനെ ഇവളാണ് വളർത്തുന്നതൊന്നും ബോബി അറിയിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ സഹോദരിക്കുണ്ടായ അസുഖം നീനയ്ക്കും ഉള്ളതായിട്ട് സ്ഥിരീകരിക്കുന്നു. അപ്പോഴാണ് പിന്നെ ഇവർക്ക് ആരുമില്ല, ഇവരുടെ ഒരു ബ്രദർ ആണുള്ളത്. ബ്രദറായിട്ടാണ്, അതായത് കസിൻ ബ്രദർ ആയിട്ടാണ് ലാലു അലക്സ് വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞിനെ ഇനി വളർത്തേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? ഡോക്ടർ റോമിയായിട്ട് വേഷം ചെയ്തിരിക്കുന്നത് ലാലു അലക്സ്. അപ്പോൾ ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കുഞ്ഞിൻ്റെ യഥാർത്ഥ അവകാശികളുടെ അടുത്ത് എത്തിക്കുന്നതിന് വേണ്ടി അവൾ ഇവിടേക്ക് വന്ന് ആണ് ഇത്രയും കാര്യങ്ങളെല്ലാം ഇവിടെ ബോധിപ്പിക്കുന്നത്. അങ്ങനെയിരിക്കെ ബോബി വന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ബോബിയല്ല, ബേബി വന്നു. ബേബിയോട് എല്ലാ വിവരങ്ങളും ഇവൾ പറഞ്ഞു. ഈ കുഞ്ഞ് താങ്കളുടേതാണെന്നും എൻ്റെ സഹോദരിയിൽ ജനിച്ച കുട്ടിയാണെന്നുമെല്ലാം പറയുന്നു. പക്ഷേ ബേബി ഇതെല്ലാം നിഷേധിക്കുന്നു. എന്തായാലും ഇതിനൊരു അവകാശിയുണ്ടല്ലോ, ബോബിയിൽ കുറ്റം ചാർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബോബി തന്നെ ഇതിൻ്റെ അവകാശി ആയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ നീന അതിനെ എതിർക്കുന്നു. ആ പാവത്തിനെ വെറുതെ ഞാൻ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ബേബി അത് ചെവിക്കൊള്ളുന്നില്ല. ഇവരുടെ സംഭാഷണം ഒളിഞ്ഞു നിന്ന് IG മാത്യൂസ് കേട്ടു. അപ്പോൾ അദ്ദേഹം കടന്നു വരികയും എല്ലാം അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്യുന്നു.
അപ്പോഴാണ് ബോബിയുടെ സത്യാവസ്ഥ വെളിപ്പെടുന്നത്. അപ്പോൾ ഇതാണ് കഥ. അപ്പം ബോബി എന്താണ് പറയുന്നത്? പിന്നീട് ബോബി പറയുന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞു, വിവരങ്ങളെല്ലാം അറിഞ്ഞു. അപ്പോൾ നീനയെ വിവാഹം കഴിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ബോബി എന്തായാലും വിവാഹം കഴിക്കാമെന്നൊക്കെ തീരുമാനിക്കുന്നു. പക്ഷേ അതിനൊന്നും തന്നെ നീന തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവർ ബോബി ചെന്ന് നീനയുടെ അടുത്ത് നീനയെ കടന്നു പിടിക്കുന്നു. അപ്പോഴാണ് പറയുന്നത്, നീ എന്താണ് ഇങ്ങനെ പിന്മാറുന്നത്? നീ കാരണമാണ് എൻ്റെ വിവാഹം മാറിപ്പോയത് എന്ന് പറഞ്ഞ വിഷമം പ്രകടിപ്പിക്കുന്നു. അപ്പോഴാണ് അവൾ അവൻ്റെ മേലേക്ക് കുഴഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നീനയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഈ സമയത്ത് അവളുടെ സഹോദരൻ അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അതായത് ഡോക്ടർ റോമി ലാലു അലക്സ് ആണ് ആ വേഷം ചെയ്യുന്നത്. അദ്ദേഹം ഇവൾ പോകുന്ന സ്ഥലത്തെല്ലാം അവൾ അറിയാതെ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൾ പോരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എന്നെ താങ്കൾ പിന്തുടരരുത്, ഞാൻ എപ്പോഴെങ്കിലും മോളെ ഏൽപ്പിച്ചിട്ട് ഇവിടെ തിരിച്ച് വരും, എന്നെ പിന്തുടർന്നാൽ പിന്നെ ഞാൻ തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അവൾക്ക് കുറച്ച് ദിവസം മരുന്ന് കഴിക്കുവാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഈ തിരക്കിനിടയിൽ മരുന്നൊക്കെ കഴിക്കുവാൻ മറന്നുപോയത് കൊണ്ടാണ് അവളുടെ അസുഖം മൂർച്ഛിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പം അവൾക്ക് വേണ്ടി ദൂരസ്ഥലത്തു നിന്നും വേണം മരുന്ന് എത്തിക്കേണ്ട ദൂരസ്ഥലത്തു നിന്നാണ്. വളരെ വിലപിടിപ്പുള്ള മരുന്നാണ്. മറ്റ് എല്ലാവർക്കും വരുന്ന, വളരെ ചുരുക്കം പേർക്ക് മാത്രം കണ്ടുവരുന്ന ഒരു രോഗത്തിനടിമയാണ് നീന എന്ന് പറയുന്നു. എല്ലാവരും വളരെ വിഷമത്തിലാവുകയും ഒക്കെ ചെയ്യുന്നു. അവളെ ചികിത്സിക്കുന്നു. ലാസ്റ്റിൽ രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു പാട്ട് ബോബി റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന പാട്ട് അവളെ കേൾപ്പിക്കുന്നു. പാട്ട് കേട്ട് പാട്ടിൻ്റെ അവസാനം അവൾ മരിക്കുന്നതായിട്ടുള്ള രംഗമാണ്. വളരെ ഒരു ട്രാജഡിയാണ്. ഈ കുട്ടി മരിക്കുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നതെങ്കിലും അവസാനം അവരുടെ കുടുംബമെല്ലാം വളരെ കൊച്ചു കുഞ്ഞിനെ വേണു നാഗവള്ളിയാണ് ബേബിയായിട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹവും ഭാര്യയൊക്കെ ഒന്നാവുകയും കുഞ്ഞുങ്ങളെല്ലാം അവർ നല്ല സ്വഭാവത്തിനുടമകളായി മാറുകയും ഒക്കെ ചെയ്തു. ഇവരെ ആ കൊച്ചു കുഞ്ഞിനെയും കൂടി അവരെ ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ചിത്രത്തിലുടനീളം ചിരി, റൊമാൻസ്, ദുഃഖം, സന്തോഷം, പിന്നെ കുട്ടികൾ തമ്മിലുള്ള ആടി തിമിർക്കുന്ന രംഗങ്ങളെല്ലാം ഇതിൽ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബോബിയും നീനയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ വളരെ മനോഹരമായിട്ട്, അതിലെ ഛായാഗ്രഹണമൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ജഗതി ശ്രീകുമാറിൻ്റെ അഭിനയം എടുത്തു പറയത്തക്ക ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു കഥാപാത്രം തന്നെയാണ് ഐ ജി മാത്യൂസ്. തിലകൻ്റെ അഭിനയം വളരെ 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 മികച്ച അഭിനയമാണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശങ്കരാടി, കുതിരവട്ടം പപ്പു, എല്ലാവരും, ഗീതാ വിജയൻ, അഞ്ജു, ഉമ്മർ, എല്ലാവരും ഒന്നിനൊന്നിന് മികച്ച അഭിനയം ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നു. അതുപോലെ ഇതിലെ പ്രിയദർശൻ്റെ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ എക്കാലത്തെയും മനോഹരമായ ഒരു കുടുംബചിത്രം, കോമഡി ത്രില്ലർ ചിത്രം തന്നെയായിരുന്നു മിന്നാരം. കണ്ടിരിക്കാൻ ഒരു വിധത്തിലും ഇത് ബോറടിപ്പിക്കുന്ന പടമല്ല. കണ്ട് അതിൻ്റെ അവസാനം വരെ കാണുന്നത് വളരെ രസകരമായിരിക്കും. പ്രേക്ഷകർ ഓരോരുത്തരും നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് ഈ ചിത്രം ഏറ്റുവാങ്ങിയത്. വളരെ മനോഹരമാണ്. നമ്മുടെ പ്രിയ ശോഭനയുടെ അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണല്ലോ. ഇതിൽ ആർക്കാണ് മികച്ച അഭിനയം ഇല്ലാത്തത്? എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം
വേണുനാഗവള്ളിയുടെ അഭിനയം എടുത്തു പറയത്തക്ക ഒന്ന് തന്നെയാണ്. പിന്നെ അഞ്ജുവിൻ്റെ അഭിനയവും വളരെ കുട്ടികളുമായിട്ട് പാർക്കിലൊക്കെ പോവുകയും എല്ലാവരുമായിട്ട് ആടി തിമിർക്കുന്ന രംഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ആരും തന്നെ ഇതിൽ മോശമായിട്ടില്ല. എല്ലാവരും മികച്ച അഭിനയ മുഹൂർത്തങ്ങളാണിതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ ലാലു അലക്സിൻ്റെ അഭിനയവും മികച്ചതായിരുന്നു. കണ്ടില്ലേ, കുട്ടികളുമായിട്ടുള്ള മോഹൻലാലിൻ്റെ എപ്പോഴും കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു നല്ല ഒരു കോംബോയാണ് അദ്ദേഹത്തിന്. മോഹൻലാൽ, പ്രിയദർശൻ, ശോഭന, ജഗദീഷ് ശ്രീകുമാർ കൂട്ടുകെട്ട് വളരെ മികച്ച ഒരു കലാരൂപം സൃഷ്ടിച്ചെടുക്കുവാൻ സാധിച്ചു. അതാണ് മിന്നാരം. അതുപോലെ തന്നെ മണിയൻപിള്ള രാജു, കുഞ്ഞ് മണിയൻപിള്ള രാജുവിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന രംഗം ഒക്കെ വളരെ മനോഹരമായിട്ട് വളരെ കോമഡിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു മിന്നാരം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വളരെ മികച്ച ചിത്രം തന്നെയായിരുന്നു ഇത്.